വെൽക്കം ടു സയൻസ് ടോക്സ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ സെറ്റ് സിലബസ് ബേസ് ആയിട്ട് മൈക്രോബയോളജി എന്ന് പറയുന്ന മൊഡ്യൂളാണ് എടുക്കുന്നത്. അതിൽ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്ന കുറച്ച് മൈക്രോ ഓർഗാനിസംസും ചില പാർട്ടിക്കിൾസും ഒക്കെ ഉണ്ട്. അതാണ് ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നത്. മെയിൻലി 6 എണ്ണമാണ് നമ്മൾ പഠിക്കുന്നത്. വൈറോയിഡ്സ്, വിറിയോൺസ്, ഇന്റർഫെറോൺസ്, ആക്ടിനോമൈസൈറ്റ്സ്, മൈക്കോപ്ലാസ്മ, ബാക്ടീരിയോഫേജ്. സോ ഇവ ഓരോന്നും എന്താണെന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് വൈറോയിഡ്സ്. അപ്പോൾ എന്താണ് വൈറോയിഡ്സ് എന്ന് വെച്ചാൽ നമുക്ക് വൈറസിൻ്റെ സ്ട്രക്ചർ അറിയാമല്ലോ അല്ലേ. ആ വൈറസിനേക്കാളും സ്മോളർ ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ വൈറോയിഡ്സ് എന്ന് പറയുന്നത്. സ്മോളർ ആൻഡ് സിംപ്ലർ ദാൻ വൈറസസ് ആണ്. അപ്പോൾ എന്താണ് ഈ ഒരു വൈറോയിഡ്സിൻ്റെ ഷേപ്പ്, എന്താണ് അവയുടെ സ്ട്രക്ചർ എന്ന് വെച്ചാൽ ജസ്റ്റ് സ്മോൾ സർക്കുലർ സിംഗിൾ സ്ട്രാൻഡഡ് RNA മോളിക്യൂൾ ദാറ്റ് കോസ് ഡിസീസ് ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിൽ ഡിസീസ് ഉണ്ടാക്കുന്ന ഒരു പ്രോട്ടീൻ പാർട്ടിക്കിൾസ് ഇല്ലാത്ത ഒരാളാണ് വൈറോയിഡ്സ്. എന്ത് വെച്ചാൽ നമ്മൾ വൈറസിൻ്റെ സ്ട്രക്ചർ പറയുമ്പോൾ അതിനൊരു ജനറ്റിക് മെറ്റീരിയലും അതിനെ കോട്ട് ചെയ്തിട്ടൊരു പ്രോട്ടീൻ കോട്ടും ഉണ്ടായിരിക്കും. പക്ഷെ വൈറോയിഡ്സിന് ഒരു സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള സർക്കുലർ RNA മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. ഇങ്ങനെ ആ ഒരു വൈറോയിഡ് ഉണ്ടായിരിക്കുള്ളൂ. ഇവ എന്തുണ്ടാക്കും? പ്ലാന്റ്സിലാണ് ഡിസീസ് ഉണ്ടാക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇവ ഹോസ്റ്റ് പ്ലാന്റിൽ എത്തിക്കഴിഞ്ഞാൽ അവയുടെ ന്യൂക്ലിയസിൽ എത്തിയിട്ട് വൈറോയിഡ്സ് അവിടെ ഹോസ്റ്റ് പ്ലാന്റിൻ്റെ കൂടെ റെപ്ലിക്കേറ്റ് ചെയ്യുകയും ഗ്രോത്തും യെലോയിങ്ങും ഒക്കെ അങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ടാക്കുകയും ചെയ്യും. ഇപ്പോൾ എന്താണ് വൈറോയിഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ വരേണ്ടത്, ഒന്നാമത് സ്മോൾ സർക്കുലർ സിംഗിൾ സ്ട്രാൻഡഡ് RNA, വൈറസിനേക്കാളും സ്മോൾ ആയിരിക്കും. ഓക്കെ, അതാണ് വൈറോയിഡ്സ് എന്ന് പറയുന്നത്. സോ ദ സെക്കൻഡ് വൺ ഈസ് വിറിയോൺസ്. വിറിയോൺസ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ജസ്റ്റ് ഒരു വൈറസ് തന്നെയാണ്. എങ്ങനെയുള്ള വൈറസ് ആണ്? ഇൻഫെക്ഷ്യസ് ഫോം ആണ് അല്ലേ. ഇൻഫെക്ഷ്യസ് ഫോം, ദ കംപ്ലീറ്റ് ഇൻഫെക്റ്റീവ് ഫോം ഓഫ് എ വൈറസ് ഔട്ട്സൈഡ് ദ ഹോസ്റ്റ് സെൽ വിത്ത് എ കോർ ഓഫ് RNA ആൻഡ് ക്യാപ്സിഡ്. ഇപ്പോൾ വൈറോയിഡിനേക്കാളും ഇയാൾക്ക് എന്തുണ്ടാകും? ഒരു ന്യൂക്ലിയോ ക്യാപ്സിഡ് ഉണ്ട്, ഒരു ന്യൂക്ലിയസ് ഉണ്ടാകും. ആ ഒരു ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ RNA ഉണ്ടായിരിക്കും, അവരുടെ ജനറ്റിക് മെറ്റീരിയൽസ്. അതായത് ഈ ഒരു സ്ട്രക്ചറിൽ ഇവിടെ കാണുന്ന RNA ഉണ്ടായിരിക്കും. RNAനെ കോട്ട് ചെയ്തിട്ടൊരു പ്രോട്ടീൻ കോട്ട് ഉണ്ടായിരിക്കും. ഇവ ഇൻഫെക്ഷ്യസ് ആണ്, അസുഖം ഉണ്ടാക്കാൻ ആകുന്ന ആക്റ്റീവ്. വൈറസ് എന്ന് പറയുന്നത് എന്താ? ഹോസ്റ്റിൻ്റെ ബാക്കി നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും വൈറസ് കാണുന്നുണ്ടെങ്കിൽ അവ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കില്ല. ഹോസ്റ്റിൻ്റെ ഉള്ളിൽ കയറിയാൽ മാത്രമേ അവ ആക്റ്റീവ് ആവുള്ളൂ. അങ്ങനെ ആക്റ്റീവ് ആകാൻ വേണ്ടി പൂർണ്ണ വളർച്ച എത്തിയ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വൈറസിനെയാണ് നമ്മൾ ഇൻഫെക്ഷൻ, ഇനി ഹോസ്റ്റിലെത്തി അവിടെ ഇൻഫെക്ഷൻ ആകാം എന്നുള്ള സ്റ്റേജിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയനെയാണ് വൈറസിനെയാണ് വിറിയോൺസ് എന്ന് പറയുന്നത്. അവയ്ക്കൊരു RNA ഉണ്ടായിരിക്കും, ക്യാപ്സിഡും ഉണ്ടായിരിക്കും. അവ എന്താണ്? ഇൻഫെക്ഷ്യസ് ഫോം ഓഫ് എ വൈറസ് ആണ്. ഓക്കെ, റെഡി ടു ഇൻഫെക്ട് വൈറസ് പാർട്ടിക്കിൾസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ബാക്ടീരിയോഫേജ്. ബാക്ടീരിയോഫേജ് എന്ന് വെച്ചാൽ അത് ഒരു വൈറസ് ആണ്. എങ്ങനെ വൈറസ്? ബാക്ടീരിയനെ കില്ല് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ബാക്ടീരിയനെ ഇൻഫെക്റ്റ് ചെയ്യാൻ കഴിയുന്ന വൈറസ്. The bacteriophages are viruses that can infect and replicate within bacteria. Okay, അപ്പോൾ അവയുടെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇതാണ് അവയുടെ സ്ട്രക്ചർ. മുകളിൽ ഒരു ഒക്ടാഹെഡ്രൽ ആയിട്ടുള്ള ഹെഡ് റീജിയൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഒക്ടാഹെഡ്രൽ ആയിട്ടുള്ള ഹെഡ് റീജിയനിലായിരിക്കും ഇവരുടെ DNA അല്ലെങ്കിൽ RNA ആയിരിക്കും അവരുടെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അവയെ കവർ ചെയ്തിട്ടൊരു പ്രോട്ടീൻ കോട്ട് ഉണ്ടായിരിക്കും, സാധാരണയുള്ളൊരു വൈറസിൻ്റെ സ്ട്രക്ചർ. അതുകൂടാണ്ട് അവയ്ക്ക് ഒരു സ്ട്രക്ചറും കൂടി വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അവരുടെ കോളർ ഷീത്ത്, പിന്നെ നമ്മൾ ബാക്ടീരിയയിലേക്ക് അറ്റാച്ച് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ടെയിൽ ഫൈബേഴ്സ്, ബേസൽ പ്ലേറ്റ്, ഈ ഒരു ടെയിൽ ഫൈബേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ബേസൽ പ്ലേറ്റ്, അങ്ങനെയുള്ള ഒരു സ്ട്രക്ചറാണ്. ഈ ഒരു സ്ട്രക്ചറാണ് ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത് അവയ്ക്ക് 2 സൈക്കിൾ ഉണ്ട്. വൈറസിനെ പറയുന്നത് പോലെ തന്നെ ലൈറ്റിക് സൈക്കിളും ലൈസോജനിക് സൈക്കിളും. അപ്പോൾ 2 സൈക്കിളും എന്താണെന്ന് അറിയാലോ. ലൈറ്റിക് സൈക്കിൾ എന്ന് പറയുന്നത് ഹോസ്റ്റ് ബാക്ടീരിയത്തെ കില്ല് ചെയ്യുന്നതാണ്. ലൈസോജനിക് സൈക്കിൾ എന്ന് വെച്ചാൽ അവരുടെ ഹോസ്റ്റ് ജീനോമിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ബേസ്റ്റ് ഔട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലൈസോജനിക് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബാക്ടീരിയനെ മാത്രം, ഹൈലി സ്പെസിഫിക് ആണ് ബാക്ടീരിയോഫേജിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ബാക്ടീരിയനെ മാത്രമേ അവർ ഇൻഫെക്റ്റ് ചെയ്യുള്ളൂ. So the next one is mycoplasma. മൈക്കോപ്ലാസ്മ എന്ന് പറഞ്ഞാൽ അവയൊരു ബാക്ടീരിയ ആണ്. എങ്ങനെയുള്ള ബാക്ടീരിയ? വോൾലെസ്, സെൽ വോൾ ഇല്ലാത്ത ബാക്ടീരിയനെയാണ് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. മോളിക്യൂൾസ് എന്ന ക്ലാസ്സിലാണ് അവ വരുന്നത്. അപ്പോൾ ഈ ഒരു സെൽ വോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റ് ആണ്. അതായത് ചില ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്, അവ എങ്ങനെ ആക്ട് ചെയ്യുന്നത്? സെൽ വോളിനെ ലൈസ് ചെയ്തിട്ട് ആ ഒരു ബാക്ടീരിയനെ കില്ല് ചെയ്യുന്നതാണ് ഈ ഒരു ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്നത്. പക്ഷേ ഇവയ്ക്ക് സെൽ വോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ചാൽ ഇവയ്ക്ക് റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവർ
നശിക്കില്ല എന്നാണ് ഈ ഒരു മൈക്രോപ്ലാസ്മയുടെ ഒരു അവരുടെ ആ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അവർക്ക് പക്ഷെ ഒരു സെൽ മെംബ്രെയിൻ ഉണ്ട്. ആ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് ട്രിപ്പിൾ ലെയർ ആണ്. സെൽ വോൾ ഇല്ലെങ്കിൽ എന്താ, സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് ട്രിപ്പിൾ ലെയർ ആണ് സ്റ്റിറോൾസ് പ്രസന്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി ഒരു മൈക്രോപ്ലാസ്മയ്ക്ക് എക്സാമ്പിൾ ആണ് മൈക്രോപ്ലാസ്മോ ന്യൂമോണിയെ ആൻഡ് മൈക്രോപ്ലാസ്മ ജെനിറ്റാലിയം എന്ന് പറയുന്നത്. അപ്പോൾ ഹ്യൂമൻസിലൊക്കെ ഡിസീസ് ഉണ്ടാക്കും. നമ്മുടെ ന്യൂമോണിയ എന്ന് പറയുന്ന ഡിസീസ് ഒക്കെ മൈക്രോപ്ലാസ്മ ന്യൂമോണിയ എന്ന് പറയുന്ന ആ ഒരു ബാക്ടീരിയ ആണ് ന്യൂമോണിയ എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ വോൾലെസ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ് മൈക്രോപ്ലാസ്മ എന്ന് പറയുന്നത്. So the next one is actinomycetes. Actinomycetesഉം ഒരു തരം ബാക്ടീരിയ ആണ്. എങ്ങനെയുള്ള ഗ്രാം പോസിറ്റീവ് ഫിലമെന്റസ് ബ്രാഞ്ചിങ് ബാക്ടീരിയ. ഇതിൽ ബ്രാഞ്ച് കാണിച്ചിട്ടുള്ള ചിലത് ബ്രാഞ്ച് ആണ്, അതായത് ഇവിടുന്ന് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ ബ്രാഞ്ചഡ് ആയിട്ടുള്ളതും ഫിലമെന്റസ് ആയിട്ടുള്ളതും എങ്ങനെ വേണമെങ്കിലും കാണാം. ഓക്കെ, ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ് ആക്ടിനോമൈസീറ്റ്സ്. അപ്പോൾ അവയ്ക്ക് എന്തുണ്ടാക്കാൻ വേണ്ടി പറ്റും? ആൻറ്റിബയോട്ടിക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ആൻറ്റി മൈക്രോബിയൽ ആയിട്ടുള്ള ചില കോമ്പൗണ്ട്സ് ഇവയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹാവ് ഹൈ G+C base composition in their DNA and form mycelia. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം ആണ്. അപ്പോൾ ആക്ടിനോമൈസീറ്റ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് DNA ആണുള്ളത്. അവരുടെ DNA യിൽ എന്തുണ്ട്? G+C ബേസ് നൈട്രജൻ ബേസ്, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസസ് വളരെ ഹൈ ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ, വളരെ ഹൈ ആയിട്ട് ആക്ടിനോമൈസീറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ടത് ആ ഒരു കാര്യമാണ്, G+C. സോ ആക്ടിനോമൈസീറ്റ്സിനെ ആ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്പീഷീസ് ഉണ്ടാക്കുന്ന ഡിസീസിന് എക്സാമ്പിൾ ആണ് ആക്ടിനോമൈക്കോസിസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പല്ലുമായിട്ട് ഡെന്റൽ പ്രോബ്ലമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു അവയെ പല്ലുകൾ ഇൻഫെക്റ്റ് ചെയ്യുന്ന ഒരു തരം സ്പീഷീസ് ആണ് ആക്ടിനോമൈസസ് എന്ന് പറയുന്നത്. അവ ആക്ടിനോമൈക്കോസിസ് എന്ന് പറയുന്ന അസുഖമാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, then next one is interferon എന്ന് പറയുന്നത്. interferon എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ആന്റിവൈറൽ പ്രോട്ടീൻ ആണ്. അത് ജസ്റ്റ് ഒരു പ്രോട്ടീൻ മാത്രമാണ്, പ്രൊഡ്യൂസ്ഡ് ബൈ സെൽസ് ഇൻഫെക്റ്റഡ് വിത്ത് എ വൈറസ്. അതായത് ഒരു സെല്ലുണ്ട്, ഒരു ഹെൽത്തി സെല്ലിനെ വൈറസ് ഇൻഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻഫെക്റ്റ് ചെയ്ത സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആന്റിവൈറൽ പ്രോട്ടീൻ ആണ്. അതായത് വൈറസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആ ഒരു സെല്ലിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം ഫങ്ഷൻ ആവുകയും അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ആൻറ്റിവൈറൽ പ്രോട്ടീൻ. എന്തിനാണ് ഈ ഒരു ആൻറ്റിവൈറൽ പ്രോട്ടീൻ ആയിട്ടുള്ള ഇന്റർഫെറോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒരു സെല്ലിൽ നമ്മുടെ ശരീരത്തിൽ ഒരു വൈറസ് കയറി കഴിഞ്ഞാൽ ആ വൈറസ് കയറി എന്നുള്ള ആ ഒരു മെസ്സേജ് സിഗ്നലിംഗ് മോളിക്യൂൾസ് ടു അലേർട്ട് നെയ്ബറിംഗ് സെൽസ്, തൊട്ടടുത്ത സെൽസിന് ആ ഒരു മെസ്സേജ് കൊടുക്കും, വൈറസ് കയറിയിട്ടുണ്ട്, ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്, അപ്പോൾ ഡിഫൻസ് മെക്കാനിസം ഒക്കെ ഒന്ന് ഓൺ ആക്കി വെച്ചോ എന്ന് പറയുന്ന ആ ഒരു മെസ്സേജ് സിഗ്നൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിഗ്നലിംഗ് മോളിക്യൂൾ ആയിട്ടാണ് ഇന്റർഫെറോൺസ് ആക്ട് ചെയ്യുന്നത്. സോ ഇത്രയാണ് ആ ഒരു മൈക്രോബയോളജിയിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ടേംസ്. അപ്പോൾ ഓരോ ഓർഗാനിസം അല്ലെങ്കിൽ ബാക്ടീരിയ പഠിക്കുമ്പോൾ അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്താണെന്ന് എഴുതി വെച്ച് ഓർത്ത് പഠിക്കുക. സോ അതിനോടൊപ്പം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. താങ്ക് യു.